മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലിൽ നിന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്തായി ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യരു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസമുയർത്തേകും. വാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോ രക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞങ്ങളോട് നമ്മുടെ വാക്ക് കേൾക്കുന്ന സുവിശേഷത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും മറുപടി ഈശോയാണ് എന്ന ആഴമായ ബോധ്യവും വിശ്വാസവും നമുക്ക് വളർത്തിയെടുക്കാം. യേശുവിൽ ഉള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥമുണ്ടാകുക. അതല്ലെങ്കിൽ അത് അർത്ഥശൂന്യമായി അനുഭവമാകും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. സാബുവിൻ്റെ പരിപാടിയിൽ സൂക്ഷിക്കുന്ന ലിസിക്കും മക്കളാശയും അഭിലാഷിനും സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും കുടുംബങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. ദൈവം ഈ സഹോദരനെ നിത്യതയിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളും പോരായ്മകളും അവിടുത്തെ കരുണയ്ക്ക് വിധേയമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം ശ്രമിക്കാം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവിടുന്ന് നൽകിയിരിക്കുന്നു. നിങ്ങളിതിൽ സ്നേഹിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവിതം, തിന്മ ചെയ്തവർ ജീവിതമായി ആത്മാവിനോട് കരുണ എന്ന് പ്രാർത്ഥിക്കണം. അനന്തമായ സ്നേഹകാര്യങ്ങളെ സൃഷ്ടിക്കുകയും അതിന്യമായ സത്യാഗ്രഹങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മുഖ്യമായ ആത്മാവെ എനിക്ക് അഞ്ചത്തിന് കർമ്മത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ രക്ഷിത ദൂതന്മാരെ നിയോഗിക്കുന്നത് എന്നോട് പ്രാർത്ഥിക്കുന്നു. അയാളുടെ കുടുംബാംഗങ്ങളെയും സാക്ഷിക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മറിച്ചറിയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുന്ന വ്യക്തിതാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും സുതരം ജീവന്റെ ആത്മാവിന്റെ പ്രത്യാശയാവുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുന്ന വ്യക്തിതാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാളോർത്തുകമർത്തിയാണി കൂടെ പോരും നീ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു യാഗലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തെന്നിമറി ഉലകും കടൽ പോലെ. മരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ
സതതമലർത്തുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവ് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം പ്രവേശിക്കുമാറാകട്ടെ. ആറേമുക്കാലിൻ്റെ കുർബാനയോടുകൂടിയാണ് അത് ഒരറിയിപ്പായിട്ട് സ്വീകരിക്കുക. കാരണം നാളത്തേക്ക് എല്ലാവരോടും ഒന്ന് പറയാനോ ഒക്കെ സമയം കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് യും അഭിലാഷും അക്ഷയും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുക. നാളെ 6:45 കുർബാനയും തുടർന്ന് പ്രാർത്ഥനയും വീട്ടിൽ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ബന്ധപ്രാതികൾ അറിയിപ്പായിട്ട് സ്വീകരിച്ചുകൊണ്ട് ശിക്ഷണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് പങ്കുവയ്ക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മഴയാണ്, അത്യാവശ്യം വാഹനങ്ങളിലൊക്കെ കയറി പോവുക. ട്രാഫിക് വളവും തിരിവൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കുണ്ട്. ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി എടുത്ത് പള്ളിയിലേക്ക് പോകുക. കാരണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കും. നമ്മൾ മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് അറിയുന്നത് വണ്ടി വിടവാങ്ങുന്നേശ്വരമുടകിൽ വിടുതേരിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ദയവ് ചെയ്ത് തോന്നുന്നത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എല്ലാവരും വേഗം വേഗം നീങ്ങുക. അടുത്ത ബന്ധുക്കൾ മാത്രം ഇവിടെ അന്ത്യമര്യാദ ബാക്കിയുള്ളവർ സഹജന്മാരേ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിതാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാദരയാപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്ത ഉന്നതമോഷ്ണേ പ്രാപിപ്പതിനായി. നീ എന്ന് നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭങ്കുരമാം ലോകവും അതിനെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നെ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിലപോശേഷിച്ചു. എന്റെ കരുണ നിന്നെ അറിയിക്കണമേ. ശാന്തി
കൊള്ളുകയും പാപത്തിനു ഞാൻ മാപ്പേകുന്നു. ഭാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണം. നിങ്ങൾ പോകാനുള്ളവരൊന്ന് ഇറങ്ങി നിന്ന് ഇവിടെ ഒന്ന് സൗകര്യം ചെയ്യാനായിട്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മാറി. ഇവിടെ വണ്ടി ഇടുമ്പോൾ നമുക്ക് സൗകര്യമില്ല, പെട്ടിയൊക്കെ എടുത്തു വയ്ക്കാൻ. ഇവിടെ വഴി ബ്ലോക്ക് ആവാൻ പോവുകയാണ്. ഇറങ്ങുക, അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ആവും വണ്ടി ഇടും. ഇനി ആരെങ്കിലും പോകാനുണ്ടോ? ഇറങ്ങാനുള്ളവരൊന്ന് ഇറങ്ങി. അഭി ഇനി പതുക്കെ ഇറക്കി വെച്ചോ. ആൾക്കാർ പോയിട്ട് അവിടെ കയറുണ്ട്. ആ പെട്ടിയുടെ മോടി എടുത്ത് ും
അതിനെ
ഒരു വശത്തുനിന്ന് വരിക, ഒരു വശത്തുനിന്ന് വന്ന് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പരിവേഷ്ടിതനാ ആകാശത്തിൽ ദൂതന്മാരും നരമേനരും അക്ഷമരായി നിന്നാഗമ ദിവസം കാത്തുകഴിപ്പു വീട്ടജമാനൻ ഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പു മണവാളൻ വന്നെത്തും നേരം മണവര ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പു നിശ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽകൾ ഇടകൊള്ളുന്നു. മരണത്തിനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമരം ധൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറകോ എതിരേൽപ്പതിനായി പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോത്തിനിയും നൈരാശ്യമുടെ വിടവിക്കരുതേ. ഗുണമായി കേൾക്കാം പുനരുദ്ധാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൽ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ മുഴങ്ങും സാഗരനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും
കഴിവില്ലേതും സ്ത്രീ പുരുഷന്മാർ അന്തരമിയല ഉദ്ധാരത്തിൽ സ്വർഗം തന്നിൽ ദൂതകളൊക്കെ യാചിക്കുന്നു. മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി നദിയുടെ കൊടുതാം തട്ടിയുരത്തി നാഥൻ നാമായി ഉദ്ധാരത്തിൽ തുറന്നു. സ്വർഗമണിഞ്ഞോ രഥസുതനിനെ രണ്ട് വരിയായിട്ട് പോയാൽ മതി. ആകാശത്തിൽ ദൂതന്മാരും അക്ഷമരായി ആഗമദിവസം കാത്തു കഴിപ്പൂ. നീറ്റജമാനും പ്രതിഫലമേകാം ദിവസം വേഗം പുലരാൻ നോക്കിയിരിക്കൂ. മഴവാളെന്നും എത്തും നേരം തെളിച്ചാൽ കന്യാമണികൾ കാത്തു കഴിക്കൂ. ആകാശത്തിൽ മണിവാതിലുകൾ നിലകൊള്ളുന്നു. മരണത്തോടെ വിജയമണിഞ്ഞു പരിമളമുതിരും പകിരീടം വരുവിൻ വരുവിൻ നൃപനീ മുറമോ